2013 കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ സീൻ തുടങ്ങുന്നത്. നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ ബസ്സിൽ കയറിയതും അവളൊരു സീറ്റിലിരിക്കുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട്. വായിച്ചാണെങ്കിൽ മൂപ്പരിടുന്ന് ഉറങ്ങുകയാണ്. പക്ഷേ ആ ബുക്ക് അവളുടെ കയ്യിൽ നിന്നും അറിയാതെ വീണു പോകുന്നു. ആ ബുക്കാണെങ്കിൽ പിന്നിലിരുന്ന് വെച്ച ഒരു പയ്യൻ എടുക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ യുൻവു ആയിരുന്നു. അങ്ങനെ യുൻസാങ്ങിൻ്റെ സ്റ്റോപ്പ് എത്തി ഇറങ്ങാൻ പോയത് നമ്മുടെ യുൻവു അവളറിയാതെ അവളുടെ ബാഗിലേക്ക് ആ ബുക്ക് ഇടുന്നു. പിന്നെ കാണിക്കുന്നത് സോഹിങ്ങിനെയും ഹേനേനെയാണ്. ഹേനയാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി ചോദിക്കുന്നുണ്ട്, എന്തേ ഇന്ന് നിൻ്റെ മാനേജർ വന്നില്ലേ? അവളിപ്പോൾ ഇച്ചിരി ബിസിയാ, അതാ വരാത്തത്. നമ്മുടെ ഹേനയാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുക്കുകയാണ്. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ഡാർക്ക് ഡ്രസ്സ് ഇട്ടേക്കുന്ന? നിൻ്റെ കയ്യിൽ ബ്രൈറ്റ് ഡ്രസ്സ് കളറൊന്നും ഇല്ലേ? സോഹിങ്ങാണെങ്കിൽ എനിക്ക് കമ്പനിക്കാർ തന്നെതല്ലേ ഇടാൻ പറ്റൂ എന്ന് അവളുടെ അടുത്ത് പറയുകയാണ്. പെട്ടെന്ന് അവിടേക്കൊരു സ്റ്റാഫ് വരുന്നു. ആ സ്റ്റാഫാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഇത് സോൾ ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യുങ്സാങ്ങിനെയാണ്. അവളിപ്പോൾ ഉള്ളത് യുൻവുവിൻ്റെ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്താണ്. അവളാണെങ്കിൽ സോൾ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് കാണുകയാണ്. വേറൊന്നല്ല, ഇപ്പോൾ സോഹിങ്ങിൻ്റെയും അതേപോലെ ഹേനയുടെയും ഫോട്ടോ എടുത്തില്ലേ, ആ ഒരു പോസ്റ്റാണ് അവൾ കാണുന്നത്. യുങ്സാങ് ആണെങ്കിൽ നമ്മുടെ സോഹിങ്ങിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഇത് ഇന്നത്തേക്കുള്ളതല്ലോ എന്ന് പറയുകയാണ്. പക്ഷേ ഇത് കേട്ട യുൻവു ആണെങ്കിൽ തെറ്റിദ്ധരിക്കുകയാണ്. യുൻവു ആണെങ്കിൽ സ്ക്രിപ്റ്റ് കാണിച്ചിട്ട്, അപ്പോൾ ഇത് ഇന്നത്തേക്കുള്ള സ്ക്രിപ്റ്റ് അല്ലേ? ആ, എനിക്കറിയായിരുന്നു. ഞാനാണെങ്കിൽ മൂവിക്ക് വേണ്ടി റെഡി ആയിട്ടും ഇല്ല. യുങ്സാങ് ആണെങ്കിൽ, അങ്ങനെയല്ല, നീ എന്തായാലും ഈ ഓഡീഷന് വേണ്ടിയിട്ട് പെർഫോമൻസ് ചെയ്യണം. യുൻവു ആണെങ്കിൽ, നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അവനാണെങ്കിൽ അവളുടെ അടുത്ത് പതിയെ, ഈ ഡയറക്ടറിന് എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇത് കേട്ട യുങ്സാങ് ആണെങ്കിൽ, നിന്നെ ആര് ഹേറ്റ് ചെയ്യാനാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന? ഇതേ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിൻ്റെ ഫേസ് നല്ലതാ, പക്ഷേ നിന്നിലൊരു കഴിവും ഇല്ലയെന്ന്. ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും നടക്കില്ല, എനിക്ക് ഉറപ്പാണ് നിനക്ക് നല്ല റോള് തന്നെ കിട്ടും. ഇനി അവർ നിൻ്റെ ഹോബീസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിനക്ക് പിയാനോ വായിക്കാൻ ഇഷ്ടമെന്ന് പറയണം. ഇപ്പോൾ അതൊക്കെ ട്രെൻഡിങ്. അവനാണെങ്കിൽ അവൾ പറയുന്ന കാര്യത്തിനെല്ലാം തലവെൽക്കുന്നുണ്ട്. യുൻവു ആണെങ്കിൽ യുൻസാങ്ങിൻ്റെ അടുത്ത് നോക്കിയേ, നീ എന്താ സോഹിങ്ങിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോകാതിരുന്നത്? നിൻ്റെ മൂഡ് ശരിയല്ലേ, അതാണോ നീ അങ്ങോട്ട് പോകാത്തത്? ഇത് കേട്ട യുൻസാങ് ആണെങ്കിൽ ആ ടോപ്പിക്ക് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ കയ്യിൽ അധികം സമയമില്ല, അതുകൊണ്ട് നീ സ്ക്രിപ്റ്റ് നല്ലോണം പഠിച്ചെടുക്കാൻ നോക്ക്. അവളാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിച്ച് അവനെ സഹായിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്റ്റർ കിമ്മിനെ അതേപോലെ ഒരു സ്റ്റാഫിനെയാണ്. മിസ്റ്റർ കിം ആണെങ്കിൽ ആ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, യുങ്സാങ് അവിടെ ഇപ്പോഴും പിന്നെ യുങ്സാങ്ങിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, അവളെന്താ ഈ ഷോയിൽ വന്നെ നിർത്തിയാ? ആ സ്റ്റാഫാണെങ്കിൽ, ചിലപ്പോൾ ലാസ്റ്റ് ഷൂട്ടിങ്ങിൻ്റെ ഇതുകൊണ്ടായിരിക്കും അവൾ വരാത്തത്. മിസ്റ്റർ കിം ആണെങ്കിൽ ആ സ്റ്റാഫിൻ്റെ അടുത്തായി, നിങ്ങൾ യുങ്സാങ്ങിൻ്റെ ഒപ്പം തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്, ആ ടൈമിൽ നിങ്ങൾ എവിടെയായിരുന്നു? അവളുടെ അടുത്ത് നിങ്ങളും ഉണ്ടാകണമായിരുന്നു. ആ സ്റ്റാഫാണെങ്കിൽ, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം എനിക്ക് വെയിറ്റ് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡാൻസ് കളിക്കാൻ നിൽക്കാത്തത്. മിസ്റ്റർ കിം ആണെങ്കിൽ, കുഴപ്പമില്ല, ഞാനിപ്പോൾ എന്തായാലും ഓഫീസിലേക്ക് പോകണേന്, ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക എന്നെ നീ അപ്പം തന്നെ വിളിക്കണം എന്നും പറഞ്ഞ് കിം അവിടെ നിന്ന് പോകുന്നു. കിം അവിടെ നിന്ന് പോയതും പെട്ടെന്ന് മിസ്റ്റർ ബാങ്ങും അതേപോലെ മിസ്സിസ് ഗോങ്ങും ആ മറ്റേ സ്റ്റാഫും വരികയാണ്. മിസ്റ്റർ ബാങ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കിം സംസാരിച്ച ആ സ്റ്റാഫിൻ്റെ അടുത്ത് മിസ്റ്റർ കിം എവിടെയെന്ന് ചോദിക്കുകയാണ്. മിസ്റ്റർ കിം അത്യാവശ്യ കാര്യമായതുകൊണ്ട് ഓഫീസിലേക്ക് പോയേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നോ മിസ്റ്റർ കിമ്മിനെ കൊണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, തൻ്റെ പേരെന്താ? എൻ്റെ പേര് ഹോൻജങ് എന്നാ. അവരാണെങ്കിൽ, ഞങ്ങൾക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും അവർ കൊണ്ടുപോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടിയോനെ യുൻബിനാണ്. ടിയോ ആണെങ്കിൽ യുൻബിനെ പാട്ട് പാടി കേൾപ്പിക്കുന്നുണ്ട്. അവളാണെങ്കിൽ, നിനക്ക് ഈ സോങ് ഇത് എവിടെ നിന്ന് കിട്ടി? സോങ് എന്തായാലും കൊള്ളാം. നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് ഞാൻ സോയോ എഴുതിയതാ. നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? യുൻബിനാണെങ്കിൽ, ഈ സോങ് കൊള്ളാം, പക്ഷേ എന്തോ ഒരു ബോറുള്ള പോലെ. നമുക്ക് ഈ സോങ് സ്യൂട്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഈ സോങ്ങിൻ്റെ ലിറിക്സ് തെറ്റിച്ചെഴുതിയത്. നമ്മൾ ഇങ്ങനെയാണ് ലിറിക്സ് എഴുതണമെങ്കിൽ എന്തായാലും എല്ലാവരുടെ ശ്രദ്ധ നമ്മളുടെ മേലിലായിരിക്കും, അതുമല്ലാതെ നമ്മളുടെ പേര് എല്ലാത്തിലും ടോപ്പായി നിൽക്കുകയും ചെയ്യും. യുൻബിനാണെങ്കിൽ, നീ നിൻ്റെ പൊട്ടത്തര ആദ്യം ഒന്ന് നിർത്ത്. നിനക്കിപ്പോൾ എല്ലാവരുടെ അറ്റൻഷൻ വേണമെങ്കിൽ നിനക്ക് അന്നേ ദിവസം ആ ഗെയിമിൽ ഫ്ലാഗ് എടുക്കാമായിരുന്നു, പക്ഷേ നീ അത് ചെയ്തില്ല. ടിയോണെങ്കിൽ, ആ ദിവസം എനിക്ക് മര്യാദക്ക് ഓടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഫ്ലാഗ് എടുക്കാൻ പറ്റാതിരുന്നത്. നീ ഐഡൽ സ്റ്റാർ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷേ നീ മനഃപൂർവ്വമാണ് അതിൽ തോറ്റത്, കാരണം അതിൽ ഹേർലി ഉണ്ടായിരുന്നു. നീ അവളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ മനഃപൂർവ്വം തോറ്റെടുത്തത് അല്ലേ? അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്ന കള്ളം കൂടെ നിർത്തിക്കോ. ആ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് കള്ളമാണ്, അതിനിപ്പോൾ എന്താ? നീ എങ്ങാണ്? എൻ്റെ പ്രേമത്തെപ്പറ്റി നിനക്ക് എങ്ങനെ അറിയാനാ? എനിക്ക് എൻ്റെ പ്രണയം എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ആക്കണം.
ഹിൻബിനാണെങ്കിൽ നിന്റെ പ്രണയം ഫിക്സ് ആക്കുന്നതിന് മുമ്പ് നിന്റെ റെപ്യൂട്ടേഷൻ നന്നാക്ക്. ഹിൻബിനാണെങ്കിൽ അതും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നാലെ നമ്മുടെ ടിയോയും പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്സിസ് ഗാങ്ങിനെയും അതേപോലെ മിസ്റ്റർ കിമ്മിനെയാണ്. മിസ്സിസ് ഗാങ് ആണെങ്കിൽ ടോപ്പ് ഐഡോൾസിൻ്റെ ലിസ്റ്റ് വെക്കുന്നു. അതിലാണെങ്കിൽ നമ്മുടെ യുങ്സാങ്ങും ഉണ്ട്. ഇത് കണ്ട മിസ്സിസ് ഗാങ് ആണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? മിസ്റ്റർ കിം ആണെങ്കിൽ ഇതിൽ യുങ്സാങ്ങിൻ്റെ ഒരു തെറ്റുമില്ല. ആ ഒരു ഡാൻസ് കളിക്കാൻ നമ്മുടെ സോഹിങ്ങാണ് യുങ്സാങ്ങിനെ വിളിച്ചത്. അതുകൊണ്ട് അവൾക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായില്ല. അതുമല്ലാതെ അവൾ ഇന്നത്തെ ഷൂട്ടിങ്ങിന് അവിടെ വന്നിട്ടുമില്ല. ഡയറക്ടർ ഗാങ് ആണെങ്കിൽ പക്ഷേ അവൾ അവിടെ വേണമായിരുന്നു. കാരണം നമ്മുടെ അപ്കമിങ് ആർട്ടിസ്റ്റാണ് സോഹിങ്. അതുകൊണ്ട് സോഹിങ്ങിനെ സഹായിക്കാൻ വേണ്ടി യുങ്സാങ് എന്തായാലും അവിടെ വേണമായിരുന്നു. അവളവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ അവളുടെ റെപ്യൂട്ടേഷൻ കൂടിയാനെ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ യുങ്സാങ്ങിനെ വിളിച്ച് സെറ്റിലേക്ക് വരാൻ പറയാം. പെട്ടെന്ന് ഡയറക്ടർ ഗാങ് ആണെങ്കിൽ അത് വേണ്ട, എന്തായാലും ഇപ്പോൾ നമ്മുടെ യുൻവോൻ്റെ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കണല്ലേ, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഡയറക്ടർ ഗാങ് ആണെങ്കിൽ നമ്മുടെ കിമ്മിൻ്റെ അടുത്ത് യുങ്സാങ് ഒരു ബാഡ് ഡാൻസർ തന്നെയല്ലേ? ആ, നിങ്ങൾ പറഞ്ഞ ശരിയാ. അവൾ 100 പ്രോമിസിൻ്റെ ട്രെയിനി ആയിരുന്ന ടൈമിൽ 2 വർഷമാണ് ഡാൻസ് പഠിപ്പിച്ചെടുത്തത്. പിന്നെ കാണിക്കുന്നത് ഒരു ഹോട്ടലാണ്. അവിടെ ആണെങ്കിൽ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. വേറെ ആരുമില്ല, എൽജിയും ഗുഹാനും അതേപോലെ കെവിനും. അവരാണെങ്കിൽ നമ്മുടെ സോഹിങ്ങിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വീഡിയോയിലാണെങ്കിൽ സോഹിങ്ങും ഹേനിയും കൂടാതെ യുങ്സാങ്ങിനെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ എൽജി ആണെങ്കിൽ ഈ മാനേജർ എന്നെയും കാട്ടി കൂടുതലും ടൈമിലാണല്ലോ സ്ക്രീനിൽ കാണിക്കുന്നത്. എൽജി ആണെങ്കിൽ കെവിൻ്റെ അടുത്തായി പറയാണ്, എനിക്ക് തോന്നുന്നു യുങ്സാങ് നിങ്ങളുടെ സോങ് എല്ലാവരും മുമ്പിൽ വെച്ച് പാടാൻ നോക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമില്ല, യുങ്സാങ് സോഹിങ്ങിനെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാ. എനിക്ക് തോന്നുന്നു എന്തായാലും യുങ്സാങ് സോഹിങ്ങിനെ അല്ല ഫേമസ് ആക്കുന്നത്. ഇവിടെ സോഹിങ് യുങ്സാങ്ങിനാണ് ഫേമസ് ആകാൻ നോക്കുന്നത്. ഗുഹാനാണെങ്കിൽ എൽജൻ്റെ അടുത്ത് നിങ്ങളുടെ ഡെബ്യൂ സമയത്ത് ഇങ്ങനത്തെ ഷോസിൽ ഞാനും വന്നിട്ടുണ്ടായിരുന്നു. എൽജി സ്ക്രീനിൽ വരുമ്പോൾ ഞാനൊരു ഓട്ടോ ഉണ്ട്. ആ, അതൊക്കെ ഒരു കാലം. എൽജി ആണെങ്കിൽ ആ, അതൊക്കെ ഒരു കാലമായിരുന്നു. നിങ്ങളെന്നെ ഒരു വട്ടം തള്ളിയിട്ടിട്ടുണ്ട്, എനിക്കാണെങ്കിൽ പരുക്കും പറ്റിയിട്ടുണ്ട്. ആ കാര്യമൊക്കെ പറഞ്ഞ് ഗുഹാനെ കളിയാക്കുകയാണ്. അത് കേട്ടതും ഗുഹാനാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ്. എൽജി ആണെങ്കിൽ കെവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സോൾ ഗ്രൂപ്പിൻ്റെ സോങ് റൈറ്റിംഗ് കഴിഞ്ഞോ? അത് എനിക്ക് കേൾക്കാമോ? അതെന്തായാലും ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. അതിനി റെഡിയാവണമെങ്കിൽ ഞാനപ്പോൾ പറയാം. ഞാൻ കേട്ടത് നിങ്ങളാ മംഗോളിയൻ ബോയ്ക്ക് സോങ് നല്ലോണം റൈറ്റ് ചെയ്ത് കൊടുത്തെന്നാണല്ലോ. ഇതാരാ നിൻ്റെ അടുത്ത് പറഞ്ഞത്? അതല്ല ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആ കോപ്പി ക്യാറ്റ്സ് അഥവാ ജയിക്കുകയാണെങ്കിൽ അതെനിക്ക് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ സ്റ്റാർ ആക്കാതിരിക്കണേക്കും ബെറ്റർ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ യുൻവുവിൻ്റെ ഓഡീഷനാണ്. അവിടെ ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. അതിലൊരു ഡയറക്ടറാണെങ്കിൽ നമുക്കിവനെ പറഞ്ഞിട്ടാലോ? അവൻ ഇവിടം വരെ വന്നതല്ലേ, എന്തായാലും അവൻ്റെ പെർഫോമൻസ് കാണിക്കട്ടെ. ആ ഡയറക്ടറാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഡയറക്ടറാണെങ്കിൽ നമ്മുടെ യുൻവുവിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിൻ്റെ ഹോബീസ് എന്താ? യുൻവു ആണെങ്കിൽ നമ്മുടെ യുങ്സാങ് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. കാരണം അവൾ പറഞ്ഞായിരുന്നല്ലോ നിൻ്റെ ഹോബി ചോദിക്കുകയാണെങ്കിൽ നിനക്ക് പിയാനോ വായിക്കാനോ ഇഷ്ടമെന്ന് പറയാൻ. അവനാണെങ്കിൽ അത് ആലോചിച്ചിട്ട് ഇവളുടെ പ്രിഡിക്ഷൻ കറക്റ്റാണല്ലോ എന്നവൻ ആലോചിച്ചിട്ട് അവനാണെങ്കിൽ പിയാനോ എന്ന് പറയുകയാണ്. അപ്പോൾ ഡയറക്ടറാണെങ്കിൽ അന്ന് പിയാനോ വായിച്ച് കാണിക്കാൻ പറയുകയാണ്. അവനാണെങ്കിൽ അത് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ നമ്മുടെ യുൻവു പിയാനോ പ്ലേ ചെയ്യുന്നത് കണ്ടിട്ട് ഇമ്പ്രസ് ആവുന്നുണ്ട്. അങ്ങനെ മെയിൻ ലീഡായിട്ട് നമ്മുടെ യുൻവുവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി 2 ഡിസിഷൻ എടുക്കുകയാണ്. അങ്ങനെ സീൻ ചേഞ്ച് ആയ പിന്നെ കാണിക്കുന്നത് മിസ്സിസ് ഗോങ്ങിനെ അതേപോലെ മിസ്സിസ് ഷൈനീനാണ്. അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഷൈനിയാണെങ്കിൽ മിസ്റ്റർ ബാങ് യുങ്സാങ്ങിനെ കാണണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് എന്തോ പാട്ട് പാടിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട മിസ്സിസ് ഗോങ് ആണെങ്കിൽ യുങ്സാങ്ങിന് ഇച്ചിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവളൊരു ജോക്കറാണെന്ന് അവൾക്ക് മനസ്സിലായാനെ. മിസ്സിസ് ഗോങ് ആണെങ്കിൽ ഞാൻ കമൻസ് വായിച്ചു നോക്കിയാൽ ഫാൻസ് എല്ലാം ദേഷ്യത്തിലാണ്. ഹേനേനെ കാട്ടി കൂടുതൽ അവളായിരുന്നു സ്ക്രീനിലുണ്ടായിരുന്നത്. മിസ്സിസ് ഷൈനിയാണെങ്കിൽ ഇപ്പോൾ സോഹിങ്ങിനും ഫാൻസ് ഉണ്ട്. നീ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? സോഹിങ്ങിൻ്റെ ഫാൻസ് യുങ്സാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? സോഹിങ്ങിനാണെങ്കിൽ അത്ര ഫാൻസ് ഒന്നുമില്ല, ഹേനക്കാണ് ഫാൻസ് വൈസ് കൂടുതൽ. അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പക്ഷേ തിരിഞ്ഞോക്കിയത് നമ്മുടെ സോഹിങ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മിസ്സിസ് ഗോങ് ആണെങ്കിൽ എനിക്കറിയില്ലായിരുന്നു നീ ഇവിടെ ഉള്ള കാര്യം. സോഹിങ് ആണെങ്കിൽ എന്നെ ഇൻ്റർവ്യൂക്ക് വേണ്ടി ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. മിസ്സിസ് ഗോങ് ആണെങ്കിൽ എന്നാൽ നീ ഇവിടെ വെയിറ്റ് ചെയ്തോന്നും പറഞ്ഞ് അവർ 2 പേരും അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ സോഹിങ് ആണെങ്കിൽ അവിടെ ഇരുന്ന് ഇന്ന് പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോയിലെ കമൻസ് അവൻ വായിച്ച് നോക്കുകയാണ്. കമൻസ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഫാൻസ് എല്ലാവരും ദേഷ്യപ്പെട്ടാണ് കമൻസ് ഇട്ടേക്കുന്നത്, അതും യുങ്സാങ്ങിനെതിരെ. ഇതാണെങ്കിൽ നമ്മുടെ യുങ്സാങ്ങും വായിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അതൊക്കെ വായിച്ചിട്ട് ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് സോഹിങ് അവളെ വിളിക്കുകയാണ്. അവരാണെങ്കിൽ അവളുടെ അടുത്ത് നീ ഇപ്പം എന്ത് ചെയ്യുക? ഞാൻ നിൻ്റെ പോസ്റ്റ് നോക്കിയിരിക്കുകയായിരുന്നു, എൻ്റെ അടുത്ത് ക്ഷമിക്കണം.
ഇൻസാങ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നതിനും പറഞ്ഞ് ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്യുകയാണ്. കോള് കട്ട് ചെയ്തത് നമ്മുടെ യുങ്സാങ് സോയിങ്ങിനെ പറ്റി പറയുകയാണ്. അവൻ എല്ലാവരുടെ മുമ്പിൽ പാവമായിട്ട് അഭിനയിക്കുക. പിന്നെ കാണിക്കുന്നത് ഷൂട്ടിംഗ് സ്ഥലത്താണ്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞത് നമ്മുടെ സോഹിങ് എല്ലാവരുടെ അടുത്തും ഡാൻസ് പറയുന്നുണ്ട്. മിസ്റ്റർ ബാങ് ആണെങ്കിൽ നമ്മുടെ ഹേനനെ നോക്കിയിട്ട് കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് സോഹിങ്ങിൻ്റെ ഒപ്പം പോവാൻ. ഹേനയാണെങ്കിൽ സോഹിങ്ങിനെ വിളിച്ചിരുത്തിയിട്ട്, ഞാൻ നിൻ്റെ ഒപ്പം വന്നതിൽ വല്ല പ്രോബ്ലം ഉണ്ടോ, നിനക്കതിന് വല്ല ബുദ്ധിമുട്ട്? സോഹിങ് ആണെങ്കിൽ, സോറി, ഞാൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നീ മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സോങ് നല്ലതായിരിക്കണം, പക്ഷേ എനിക്ക് തോന്നുന്നു നിനക്കിപ്പോൾ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. അതും പറഞ്ഞ് ഹേൻ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ സോഹിങ് ആണെങ്കിൽ അവളുടെ പുറകെ പോകുന്നുണ്ട്. അവനാണെങ്കിൽ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ ബെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവളാണെങ്കിൽ അന്ന് നിൻ്റെ മൊബൈൽ തരാൻ പറയുകയാണ്. അവനാണെങ്കിൽ ആ മൊബൈൽ കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ ആ മൊബൈൽ മേടിക്കാതെ, അതൊന്നും കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ സോങ്ങിനെ പറ്റിയൊന്ന് ചർച്ച ചെയ്യാം. അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. അവളാണെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് യുങ്സാങ്ങിനെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ യുൻവോ വരികയാണ്. യുൻവോ ആണെങ്കിൽ അവളുടെ അടുത്തായി ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ അറിയാം അവർ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ പോണേന്ന്? എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. യുൻവോ ആണെങ്കിൽ, എനിക്കറിയില്ലായിരുന്നു അവരെന്നെ സെലക്ട് ചെയ്യുമെന്ന്. കാരണം ആ ഡയറക്ടർ വെൽ നോൺ ആക്ടേഴ്സിനെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. നിനക്കെന്താ കുഴപ്പം? നീ 60 എപ്പിസോഡുള്ള ഒരു ഡ്രാമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ, അതുകൊണ്ട് നീ പേടിക്കണ്ട, അതിനെയും കാട്ടി അടിപൊളിയായിട്ട് നീ ഇത് ചെയ്യും. ഇത് കേട്ട യുൻവോ ആണെങ്കിൽ യുങ്സാങ്ങിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. അവളാണെങ്കിൽ, നീ എന്തിനാ എൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നത്? നിൻ്റെ കഴിവ് കൊണ്ടിട്ട് അവർ നിന്നെ ഇതിൽ സെലക്ട് ചെയ്തത്. യുൻസാങ്ങിൻ്റെ അടുത്തായി യുൻവോ പറയുന്നതാണ്, ഞാൻ നിനക്ക് ഒരു ട്രീറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണെങ്കിൽ നമ്മുടെ യുൻസാങ് സമ്മതിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹേനനെയും സോഹിങ്ങിനെയാണ്. ഹേനയാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി പറയുകയാണ്, നീ ഇപ്പോൾ കഴിഞ്ഞ വട്ടത്തേക്കാൾ നീ കംഫർട്ടബിളായി തോന്നുന്നുണ്ടല്ലോ. അല്ല, ബാക്കിയുള്ളവരുടെ അവരൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഹേനയാണെങ്കിൽ അവരെല്ലാം ഫുഡ് കഴിക്കാൻ പോയിക്കുക. സോഹിങ് ആണെങ്കിൽ ടൈം ആവുന്നതിന് മുമ്പേ ഇവരിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. എന്തോ എനിക്ക് ഇവരുടെ മേൽ ഒരു ഡൗട്ട് തോന്നുന്നു. ഹേനയാണെങ്കിൽ അതിന് മറുപടി ഓർക്കാതെ, എനിക്ക് നിൻ്റെ ന്യൂ സോങ്ങിൻ്റെ സാമ്പിൾസ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ലിറിക്സിന് വേണ്ടിയിട്ട് കുറേ പ്രാക്ടീസ് ചെയ്തായിരുന്നു. നിനക്ക് എൻ്റെ ഒപ്പം വരാൻ താല്പര്യമുണ്ടോ? അവളാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അങ്ങനെ സീൻ ചേഞ്ച് ആയി. പിന്നെ കാണിക്കുന്നത് യുൻവുനെ ഇൻസാങ്ങിനെയാണ്. യുൻവു ആണെങ്കിൽ ഇൻസാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ ആ പോസ്റ്റ് കണ്ടായിരുന്നോ സോഹിങ്ങിൻ്റെയും ഹേനയുടെയും? ഞാൻ കണ്ടായിരുന്നു. അതല്ല ഇപ്പം ഇട്ട പോസ്റ്റ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹേനായിട്ട് ന്യൂ പോസ്റ്റ് നോക്കുകയാണ്. അത് കണ്ടതും അവൾ അവരുടെ ഡ്രസ്സാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അവൾ ഫ്യൂച്ചറിൽ കണ്ടത് ഈ ഡ്രസ്സ് ഇട്ടാണ് അവർ കിസ് ചെയ്യുന്നത്. അത് കണ്ടതും ഇവളാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. യുൻവോ ആണെങ്കിൽ ഇൻസാങ്ങിനെ വിളിക്കുകയാണ്. അവളാണെങ്കിൽ, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞതും അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ ഹേനയും സോയിങ്ങിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു കാറിലിരിക്കുകയാണ്. അവരാണെങ്കിൽ സോങ് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മുടെ ഹേനാണെങ്കിൽ ആ സോങ്ങിൻ്റെ ലിറിക്സിനെ പറ്റി നല്ലത് പറയുന്നു. നമ്മുടെ സോഹിങ് ആണെങ്കിൽ, എനിക്ക് നിൻ്റെ ഒപ്പം പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്. അവളാണെങ്കിൽ, ശരിക്കും നീ അങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത്? അതെ, എനിക്ക് നിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ എന്തായാലും വർക്ക് കഴിഞ്ഞില്ലേ? അവൾ ചിലപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. സോഹിങ് ഇറങ്ങാൻ നിന്നതും പെട്ടെന്ന് ഹേന തടയുകയാണ്. അവിടേക്ക് നമ്മുടെ യുങ്സാങ് എത്തുകയാണ്. യുങ്സാങ് ആണെങ്കിൽ ഹേനയുടെ വണ്ടി നോക്കിയാണ് നടക്കുന്നത്. ഹേനയാണെങ്കിൽ അവൻ്റെ അടുത്തായി ചോദിക്കുകയാണ്, ഇത് ശരിക്കും നീ ജോലിയായിട്ടാണോ കരുതുന്നത്? നീ ഇത് ജോലിക്ക് വേണ്ടി മാത്രമാണോ ഈ ചെയ്യുന്നത്? ആ സംസാരം എല്ലാം ഒരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതാരാണെന്ന് പറഞ്ഞൂടാ. ഹേനയാണെങ്കിൽ നമ്മുടെ സോഹിനെ കിസ് ചെയ്യാൻ പോയതും പെട്ടെന്ന് അവിടേക്ക് നമ്മളെ യുങ്സാങ് വരികയാണ്. യുങ്സാങ് ആണെങ്കിൽ കാറിൻ്റെ അകത്ത് കയറിയിട്ട് ഡോറ് ലോക്ക് ചെയ്തിട്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? സോഹിൻ, നീ എൻ്റെ ഒപ്പം വാ. അവരിനി ഞാനുള്ളതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ പറ്റിയൊന്നും പറയില്ല. ഇനിയിപ്പോൾ അഥവാ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ മീറ്റിംഗ് ചേർന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, എന്തായാലും ഞാൻ ആദ്യം ഇറങ്ങാം. നമ്മുടെ യുങ്സാങ് ഇറങ്ങിയതും നമ്മുടെ സോഹിങ്ങും ഇറങ്ങാൻ നോക്കിയതും പെട്ടെന്ന് ഹേന തടയുകയാണ്. സോഹിങ് ആണെങ്കിൽ യുങ്സാങ്ങിനെ നോക്കിയിട്ട് പറയാണ്, നീ വിചാരിക്കണ പോലെ ഒന്നുമില്ല, തങ്ങ ഇവിടെ ജസ്റ്റ് സോങ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഹേനയും അതെ, തങ്ങ സോങ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുകയാണ്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കറിയാം നിങ്ങൾ ഓരോ ദിവസം കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. ശരിയാണ്, ഇതൊരു കോമൺ ആണ് ഒരാളിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്ക്. ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായി പറയുന്നത്. അവളാണെങ്കിൽ പിന്നെയും പറയുകയാണ്, ഇത് എൻ്റെ നല്ലതിനും കൂടിയാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഡേറ്റിങ്ങിലായാൽ ഞാനായിരിക്കും അവിടെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക. കാരണം ഞാൻ ഒരു മാനേജറാണ്. എൻ്റെ ആർട്ടിസ്റ്റിനെ സംരക്ഷിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സീറ്റിൻ്റെ പുറകിലായിട്ട് നമ്മുടെ മിസ്റ്റർ ബാങ്ങും അതുപോലെ മിസ്സസ് ഗോങ്ങും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ യുങ്സാങ്ങിൻ്റെ അടുത്ത്, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അവളാണെങ്കിൽ അവരെ കണ്ടതും പെട്ടെന്ന് ഷോക്കാവുകയാണ്. മിസ്സസ് ഗോങ് ആണെങ്കിൽ, നീ ഒരു മാനേജറായിട്ട് നിനക്ക് ഹിഡൻ ക്യാമറ പറ്റിയൊന്നും അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്.
യുൻസാങ്ങിന് പിന്നിലായി പെട്ടെന്ന് ക്യാമറാമാനും കൂടി വരികയാണ്. അയാളും കൂടെ കണ്ടതും നമ്മുടെ യുൻസാങ് കാറിൽ നിന്നും ഇറങ്ങുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയതും യുൻസാങ്ങിൻ്റെ അടുത്തായി സ്റ്റാഫ്സ് എല്ലാവരും വരുന്നുണ്ട്. അവരാണെങ്കിൽ യുൻസാങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് ഇതിൽ ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് മിസ്റ്റർ കിമ്മിനെ മറ്റേ സ്റ്റാഫിനെയാണ്. മിസ്റ്റർ കിം ആണെങ്കിൽ അങ്ങേറിട്ട് പൊരിക്കുകയാണ്. നിനക്കറിയാം മിസ്റ്റർ ബാങ്ങും അതേപോലെ മിസ് ഗോങ്ങും അവിടെ ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞില്ല? നേരാണെങ്കിൽ ഞാൻ വിചാരിച്ചു മിസ്റ്റർ ബാങ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. മിസ്റ്റർ കിം ആണെങ്കിൽ യുൻസാങ്ങിൻ്റെ അടുത്ത് സോറി ചോദിക്കുകയാണ്. അതുമല്ലാതെ അവളുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങോട്ട് പോയത്, നിനക്ക് അങ്ങോട്ട് പോകണ്ടായിരുന്നു. അതും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അവരവിടെ നിന്നും പോയത് നമ്മുടെ യുൻസാങ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് യുൻവോ വരുന്നു. യുൻവോനെ കണ്ട യുൻസാങ് ആണെങ്കിൽ സോറി, ഞാൻ കാരണം കൊണ്ട് നിനക്കും ഇവിടെ വരേണ്ടി വന്നു. അവളാണെങ്കിൽ അവൻ്റെ അടുത്തായി പറയും നമുക്കെന്നാ ഡിന്നറിന് പോയാലോ. നമ്മുടെ യുൻവോ ആണെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. അവളാണെങ്കിൽ ചോദിക്ക്. ഇത് കേട്ട യുൻസാങ് ആണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 11th എപ്പിസോഡ് തീരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഇതാണ്. വീഡിയോ ലേറ്റ് ആയാൽ ഞാൻ എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് എപ്പോഴും ഇടണമെന്നുണ്ട്, പക്ഷേ ടൈം കിട്ടുന്നില്ല. ഞാൻ ഫ്രീ ആയിരുന്നപ്പോഴായിരുന്നു ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വർക്കാണ്. അതെവിടെ നിന്ന് വന്നെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ കിട്ടുമ്പോഴൊക്കെ ഇടാൻ നോക്കാം. അതേപോലെ നേരത്തെ ഇടാനും ഞാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും.